ഹായ് ഓൾ, ഞാനിന്ന് ഇവിടെ എടുക്കാൻ പോകുന്നത് ക്യാരി ഫോർവേഡ് ആൻഡ് സെറ്റ് ഓഫ് ബിസിനസ് ലോസ് എന്ന പോർഷനാണ്. അതിൽ ഫസ്റ്റ് വൺ ക്യാരി ഫോർവേഡ് ഓഫ് ബിസിനസ് ലോസ് വിച്ച് കംസ് അണ്ടർ സെക്ഷൻ 72(1). ഇതിൽ പറയുന്നത് ബിസിനസ് ലോസ് നമുക്ക് 8 സക്സീഡിങ് ഇയേഴ്സോളം ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് ബിസിനസ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്ന ഹെഡിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ബിസിനസ് എന്ന് പറഞ്ഞ ഹെഡിൽ വരുന്ന ലോസ് നമുക്ക് മറ്റേത് ഹെഡ് ഓഫ് ഇൻകം വഴിയും നമുക്ക് വെച്ചും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇൻകം ഫ്രം അതർ സോഴ്സസ് വഴിയൊക്കെ നമുക്ക് ഇത് സെറ്റ് ഓഫ് ചെയ്തെടുക്കാൻ പറ്റും ഏതൊരു ഹെഡ് വെച്ചും. ബട്ട് സ്പെക്കുലേഷൻ ബിസിനസ് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പെക്കുലേഷൻ ബിസിനസ്സിൻ്റെ ലോസ് നമുക്ക് സ്പെക്കുലേഷൻ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്, ദ പേഴ്സൺ ഹു ഹാസ് ഇൻകേർഡ് ദ ലോസ് അലോൺ ഹാസ് റൈറ്റ് ടു ക്യാരി ഇറ്റ് ഫോർവേഡ്. ഈ ലോസ് ഇൻക്വയർ ചെയ്ത വ്യക്തിക്ക് മാത്രമേ അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ റൈറ്റ് ഉള്ളൂ. ഈ സക്സസറായി വരുന്ന നെക്സ്റ്റ് പേഴ്സണ് അത് ഒരിക്കലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻഹെറിറ്റൻസ് വഴിയാണ് സക്സസർ ആവുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫാദറിൻ്റെ ബിസിനസ് സൺ നോക്കി നടത്തുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന ബിസിനസ്സിൽ നിന്നാണെങ്കിൽ അവരുടെ ലോസ് നമുക്ക് പിന്നീട് ഉണ്ടാവുന്ന പ്രോഫിറ്റിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതുപോലെ മെർജറിൻ്റെ കേസ്, അമാൽഗമേഷൻ്റെ കേസിലായാലും ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ മെർജ് ചെയ്യുമ്പോൾ മുമ്പത്തെ കമ്പനിയുടെ പാസ്റ്റ് ലോസ് നമുക്ക് പുതിയ കമ്പനിയിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. Next point, the business loss which can be carried forward must have been computed by the assessing officer on the basis of return filed by the SSC under section 139. ഈ ക്യാരി ഫോർവേഡ് ചെയ്യേണ്ട ബിസിനസ് ലോസ് അസസിങ് ഓഫീസർ കമ്പ്യൂട്ട് ചെയ്തതായിരിക്കണം. അത് റിട്ടേൺ SSC ഫയൽ ചെയ്യുന്ന റിട്ടേണിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Next one, the unabsorbed business loss of an industrial undertaking which was discontinued due to natural calamity shall be carried forward and set off against the profit of reconstructed, re-established business up to period of 8 years as reckoned from the previous year in which business is restarted. ഇപ്പോൾ നാച്ചുറൽ കലാമിറ്റി വഴി ഡിസ്ട്രോയ് ആയിപ്പോയി അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ആയിപ്പോയ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിൻ്റെ ബിസിനസ് ലോസ് ഉണ്ടാവും. അത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അത് റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് അല്ലെങ്കിൽ റീ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ആ ബിസിനസ്സിൽ നിന്ന് നമുക്ക് അപ് ടു 8 ഇയേഴ്സ് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് നമുക്കത് സെറ്റ് ഓഫ് ചെയ്തെടുക്കാൻ. Next point, loss from any asset held as stock in trade can be set off from any income from such asset even if it is taxable under the head other sources. ഈ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയി കിടക്കുന്ന അസറ്റിൽ നിന്ന് വരുന്ന ലോസ് നമുക്ക് വേറെ ഏത് ഇൻകത്തിൽ നിന്ന് വേണമെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഈവൻ അതർ സോഴ്സസിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. Next point, where any person carrying on any business or profession has been succeeded in capacity by another person otherwise than by inheritance, that other person shall not be entitled to carry forward and set off losses incurred by the predecessor against the profit earned by him after succession. ഇപ്പോൾ ഇൻഹെറിറ്റൻസ് വഴിയല്ലാതെ മുമ്പ് പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഇൻഹെറിറ്റൻസ് വഴിയല്ലാതെ ഇപ്പോൾ ഒരു ബിസിനസ് മറ്റൊരാൾക്ക് പാസ് ഓൺ ചെയ്തു എന്ന് വെച്ചാൽ അവർക്ക് മുമ്പുള്ള ലോസ് ക്യാരി ഫോർവേഡ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇൻഹെറിറ്റൻസിന് പുതിയതായി വരുന്ന ഹെയറിന് അല്ലെങ്കിൽ സണ്ണിന് അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഓണറിൻ്റെ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. Next point, in case there has been a reorganization of business due to succession of a firm by a company or of a sole proprietary concern by a company under section 47(13) or under section 47(14), the accumulated loss and unabsorbed depreciation of the firm and sole proprietary concern shall be deemed to be the loss or depreciation of the successor company for the previous year in which succession takes place, and loss and depreciation shall be carried forward as per other provisions of the act. ഇപ്പോൾ ഒരു ബിസിനസ്സിൽ നമ്മൾ റീഓർഗനൈസേഷൻ സക്സഷൻ വഴി വേറൊരാൾ ആ ബിസിനസ് ഏറ്റെടുത്തത് വഴി അവിടെ റീഓർഗനൈസേഷൻ വന്നു. അതൊരു സോൾ പ്രൊപ്രൈറ്ററി കൺസേൺ ആണെങ്കിൽ അവിടെ ഒരു റീഓർഗനൈസേഷൻ വന്നു എന്ന് വെച്ചാൽ മുമ്പുണ്ടായിരുന്ന അക്യുമുലേറ്റഡ് ലോസ് അല്ലെങ്കിൽ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷനൊക്കെ നമ്മൾ ആ ബിസിനസ്സിൻ്റെ ലോസ് ആയിട്ട് കാണും, പ്രീവിയസ് ഇയറിൻ്റെ ലോസ് ആയിട്ട് കാണും. എന്നിട്ട് അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. റീഓർഗനൈസേഷൻ ഓഫ് ബിസിനസ് വേണ്ടി വന്നു ഈ സോൾ പ്രൊപ്രൈറ്ററി കൺസേണിൽ എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെയുള്ള കേസിൽ അപ്പോൾ ഉണ്ടാവുന്ന ലോസ് നമുക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും.
carry forward and set off losses of certain companies which come under section 79. ഇപ്പോൾ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ ചേഞ്ചസ് വരികയാണ്. പ്രീവിയസ് ഇയറിൽ എന്ന് വെച്ചാൽ കമ്പനീസിന് അവരുടെ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ഇയറിൽ പ്രീവിയസ് ഇയറിലത്തെ അവർക്ക് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. എക്സെപ്റ്റ് അവർ ഒരു പ്രീവിയസ് ഇയറിൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ ഓഫ് പ്രീവിയസ് ഇയറിൽ ആ ഷെയർസിൻ്റെ നോട്ട് ലെസ് ദാൻ 51% ഓഫ് ദ വോട്ടിംഗ് പവർ ഒരു ബെനിഫിഷ്യറിയുടെ കയ്യിൽ ഹെൽഡ് ചെയ്തിരിക്കുന്നു. അയാൾക്ക് 51% ഓഫ് വോട്ടിംഗ് പവർ ഉണ്ടായിരിക്കണം ലാസ്റ്റ് ഡേയിൽ, ലോസ് ഉണ്ടാവണം ലാസ്റ്റ് ഡേയിൽ. അങ്ങനത്തെ കേസിൽ മാത്രമേ അവർക്ക് ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാരി ഫോർവേഡ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ആ 51% ഓഫ് ദ വോട്ടിംഗ് പവർ ഒരു മെജോറിറ്റി ഷെയർസിൽ ഒരാളുടെ കയ്യിൽ ഉണ്ടാവണം, ലാസ്റ്റ് ഡേ ഓഫ് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കേസിൽ മാത്രമേ അവർക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. In case change in voting power take place in previous year due to death of shareholder or on account of transfer of shares by way of gift to any relative, the above mentioned provision shall not be applicable. ഈ കേസിൽ തന്നെ നമുക്ക് ചേഞ്ച് ഇൻ വോട്ടിംഗ് പവർ പ്രീവിയസ് ഇയറിൽ ഷെയർ ഹോൾഡറിൻ്റെ ഡെത്ത് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഷെയർസ് നമ്മൾ ആ ഷെയർ ഹോൾഡർ ഗിഫ്റ്റായിട്ട് റിലേറ്റീവിന് പാസ് ചെയ്തതാണെങ്കിൽ ഈ പ്രൊവിഷൻ ആപ്ലിക്കബിൾ അല്ല. ഈ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 79 ഇപ്പോൾ ഡെത്ത് ഓഫ് ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ബൈ ഗിഫ്റ്റ് എന്നുള്ള കേസസിലൊന്നും ഈ സെക്ഷൻ 79 വരുന്ന പ്രൊവിഷൻസ് ഒന്നും ആപ്ലിക്കബിൾ ആയിരിക്കില്ല. ഈ സെക്ഷൻ 79 അങ്ങനത്തെ കേസസിലൊക്കെ റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. ഈ റെസ്ട്രിക്ഷൻ ഓഫ് സെക്ഷൻ 79 ഈ ലോസിലെ കേസിൽ മാത്രമാണ് അവിടെ റെസ്ട്രിക്ഷൻ വരുന്നുള്ളൂ. ഇപ്പോൾ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് ഓഫ് ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചറൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓൺലി ഇൻ കേസ് ഓഫ് ലോസസ് ഓഫ് സർട്ടൻ കമ്പനീസ്, അവിടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ വരുന്ന വ്യത്യാസം കൊണ്ട് നമുക്ക് ആ കേസസിൽ മാത്രമേ റെസ്ട്രിക്ഷൻസ് വരുന്നുള്ളൂ. നെക്സ്റ്റ്, ലോസ് ഫ്രം ബിസിനസ് സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 35 AD. Loss from business specified under section 35 AD cannot be set off against any other income except income from specified business. Is business specified under section 35 AD വരുന്ന ലോസസ് നമുക്ക് സെയിം ബിസിനസ് അല്ലെങ്കിൽ സെയിം സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്ന് വരുന്ന പ്രോഫിറ്റിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സെക്ഷൻ 35 AD പറയുന്ന ബിസിനസ് സെറ്റിംഗ് അപ്പ് ഓഫ് കോൾഡ് ചെയിൻ ഫെസിലിറ്റി, സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേറ്റിംഗ് വെയർഹൗസ് ഫെസിലിറ്റി ഫോർ സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, ഡെവലപ്പിംഗ് ആൻഡ് ബിൽഡിംഗ് എ ഹൗസിംഗ് പ്രോജക്ട്സ് എറ്റ്സെട്ര. ഈ ബിസിനസ്സാണ് സ്പെസിഫൈഡ് ബിസിനസ്സസ് എന്ന് പറഞ്ഞാൽ, സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 35 AD. ഈ ലോസ് നമുക്ക് ആ സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്ന് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര വർഷം വരും, എനി നമ്പർ ഓഫ് ഇയേഴ്സ് വരെ നമുക്ക് ഈ സ്പെസിഫൈഡ് ബിസിനസ്സിൻ്റെ ലോസ് അതിൽ നിന്ന് തന്നെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ലോസ് ഫ്രം ബിസിനസ് ഓഫ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് റേസ് ഹോഴ്സസ്. ഈ ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസസ് എന്ന് വരുന്ന ലോസസ് നമുക്ക് മറ്റൊരു ഇൻകമായിട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഓൺലി ഫ്രം ദ പ്രോഫിറ്റ് ഓർ ഇൻകം ഫ്രം ബിസിനസ് ഓഫ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസസ്, അതിൽ നിന്ന് മാത്രമേ അതിൻ്റെ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ടു ഓൺലി 4 years വരെ നമുക്ക് ആ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം 4, മറ്റുള്ള കേസിലൊക്കെ 8 years ആയിരുന്നല്ലോ, ഇവിടെ 4 years വരെ മാത്രമേ നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റൂ. ലോസ് ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ്. ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ നിന്ന് വരുന്ന ലോസ് ക്യാൻ ഓൺലി ബി ക്യാരി ഫോർവേഡ് ഇഫ് ദ റിട്ടേൺ ഓഫ് ദ ഇൻകം ഓർ ലോസ്, ആ ഇയറിലത്തെ റിട്ടേൺ ഓഫ് ഇൻകം നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം ഡ്യൂ ഡേറ്റിന് മുമ്പ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ലോസ് ഫ്രം സ്പെക്കുലേറ്റീവ് ബിസിനസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ലോസ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ നിന്ന് വരുന്ന ലോസ് നമുക്ക് 4 സക്സീഡിങ് ഇയേഴ്സോളം നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അത് ഇൻകർ ചെയ്ത് ആ ലോസ് ഇൻകർ ചെയ്തതിന് തൊട്ട് വരുന്ന നെക്സ്റ്റായി വരുന്ന 4 yearsോളം നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ബട്ട് ഈ പ്രൊവിഷൻസ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷനോ ഓഫ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിന് ആപ്ലിക്കബിൾ അല്ല. Provisions under the income tax law in relation to carry forward and set off of house property loss. ഈ ഹൗസ് പ്രോപ്പർട്ടി ലോസിൽ ഹൗസ് പ്രോപ്പർട്ടിക്ക് ഒരു ലോസ് ഉണ്ടായെന്ന് വെച്ചാൽ അത് നമുക്ക്
ഫുള്ളി ഇപ്പോൾ നമുക്കത് ഫുള്ളി ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇൻക്വയർ ചെയ്ത വർഷം തന്നെ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ആ അഡ്ജസ്റ്റഡായി ബാക്കിയുള്ളത് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം നെക്സ്റ്റ് ഇയറിലോട്ട്. ആ ഇൻകം ആ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്ന ലോസ് നമുക്ക് നെക്സ്റ്റ് ഇയറിലോട്ട്, അപ്പോൾ ബാക്കിയുള്ളത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഇനി ബാക്കി വരുന്ന ഇയേഴ്സിൽ, സബ്സീക്വൻ്റായി വരുന്ന ഇയേഴ്സിൽ നമുക്ക് അത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അത് 8 ഇയേഴ്സോളം, സക്സീഡിങ് 8 ഇയേഴ്സോളം, ആ ലോസ് ഉണ്ടായതിന് ശേഷം വരുന്ന 8 ഇയേഴ്സോളം നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്ന ലോസസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യണമെങ്കിൽ ക്യാരി ഫോർവേഡ് ഈവൻ ഇഫ് ദ റിട്ടേൺ ഓഫ് ഇൻകം ഫർണിഷ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന ഹെഡിൽ വരുന്ന ലോസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. Provisions under the income tax law in relation to carry forward and set off of capital loss. ക്യാപിറ്റൽ ലോസിൻ്റെ കേസിൽ ക്യാപിറ്റൽ ഗെയിൻസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഹെഡിൽ ലോസ് വരികയാണെങ്കിൽ, ലോസ് അണ്ടർ ദ ഹെഡ് ക്യാപിറ്റൽ ഗെയിൻസ് ആണെങ്കിൽ അത് നമുക്ക് സെയിം ഇയറിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈ അൺഅഡ്ജസ്റ്റഡ് ആയില്ല ക്യാപിറ്റൽ ലോസ് നമുക്ക് നെക്സ്റ്റ് ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഇനി വരുന്ന സബ്സീക്വൻറ്റ് ഇയേഴ്സിലും ആ ലോസ് എപ്പോഴും ക്യാപിറ്റൽ ഗെയിൻസ് എന്ന ഹെഡിൽ വരുന്ന ഗെയിനിൽ നിന്ന് മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാപിറ്റൽ ഗെയിനിൽ വരുന്ന ലോസ് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ എന്ന ഹെഡിൽ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നാണ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് ബോത്ത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും ഷോർട്ട് ടേം ആയിട്ട് വരുന്ന ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ആ ലോസ് നമുക്ക് 8 സക്സീഡിങ് ഇയേഴ്സോളം ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഈ ലോസ് ക്യാൻ ഓൺലി ബി ക്യാരി ഫോർവേഡ് ഇഫ് ദ റിട്ടേൺ ഓഫ് ഇൻകം, ആ ലോസ് വന്ന ഇയറിൽ അവർക്ക് റിട്ടേൺ ഓഫ് ഇൻകം അവർ ഡ്യൂ ഡേറ്റിന് മുമ്പ് ഫേർണിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ, അക്കോർഡിംഗ് ടു സെക്ഷൻ 139(1) അവർ അത് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡ്യൂ ഡേറ്റിന് മുമ്പ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാപിറ്റൽ ലോസ്. Meaning of unabsorbed depreciation: unabsorbed capital expenditure on scientific research and unabsorbed capital expenditure on promoting family planning amongst the employees. സോ എന്താണ് ഈ അൺഅബ്സോർബ്ഡ് പോർഷൻ ഓഫ് ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? അതിന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ SSC ആ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ആ എമൗണ്ട് SSCക്ക് എക്സ്പെൻസായി ക്ലെയിം ചെയ്യാൻ പറ്റില്ല ഇൻകം ടാക്സ് റിട്ടേണിൽ. കാരണം SSCക്ക് അത്രയും പ്രോഫിറ്റ് ഉണ്ടാവില്ല SSCയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. സോ അത്രയും എമൗണ്ടിന് SSCക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റില്ല. ആ പോർഷൻ ഓഫ് എമൗണ്ടിനെയാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നമുക്ക് പല ഡിഡക്ഷൻസും ഉണ്ട് ഇൻകം ടാക്സ് ചാർജ് ചെയ്യുമ്പോൾ. പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ പല ഡിഡക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഡിപ്രിസിയേഷന് അക്കൗണ്ട് ഫോർ ഡിപ്രിസിയേഷൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഫോർ പ്രൊമോട്ടിങ് ഫാമിലി പ്ലാനിങ് എമംഗ്സ് ഇറ്റ്സ് എംപ്ലോയീസ് ഒക്കെ നമുക്ക് ഡിഡക്ഷനായിട്ട് എടുക്കാൻ പറ്റും ബിസിനസ് ഓർ പ്രൊഫഷണലിൽ എന്ന ഹെഡിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇയറിലത്തെ ഇൻകം ഈ എക്സ്പെൻസസിന് ഇത് ഇൻകം കുറവായിരുന്നു, ഈ എക്സ്പെൻസസ് കൂടുതലുമായിരുന്നു, ഇൻകം കുറവായിരുന്നു എന്ന് വയ്ക്കുക. ഇങ്ങനത്തെ എക്സ്പെൻസസ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായി വരുന്ന എക്സ്പെൻസസ് കൂടുതലായിരുന്നു, പക്ഷേ ഇൻകം കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ അൺഅബ്സോർബ്ഡ് എക്സ്പെൻസസ് ആയ പോർഷൻ, അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയ പോർഷൻ നമുക്ക് നെക്സ്റ്റ് ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യാം. അത് അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന പേരിൽ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും. എന്നിട്ട് നമുക്ക് അടുത്ത ഇയറിൽ അതിൻ്റെ പ്രോഫിറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഈ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു കേസ്, ഒരു കിരൺ, ബിസിനസ് ഇൻകം ഓഫ് മിസ്റ്റർ കിരൺ ബിഫോർ അലൗവിങ് റിഡക്ഷൻ ഓൺ അക്കൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ. ടോട്ടൽ അവരുടെ ബിസിനസ് ഇൻകം മിസ്റ്റർ കിരണിൻ്റെ 84,000 കൊടുത്തിട്ടുണ്ട്. അതിൽ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് അവർ ഡിഡക്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് തന്നെ കൂടുതലാണ് ഈ എമൗണ്ടിനേക്കാളും. 1 lakh ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട്. അപ്പം
നമുക്ക് അറിയാം ഇൻകം അതിൽ 84,000 ഉള്ളൂ, പക്ഷേ ഡിപ്രിസിയേഷൻ്റെ എക്സ്പെൻസ് 1 lakh ആണ്. അപ്പോൾ ഇവിടെ ഒരു ലോസ് ഓഫ് 16,000 ഉണ്ട്. 1 lakh മൈനസ് 84,000, അവിടെ ഒരു ലോസ് ഓഫ് 16,000 ഉണ്ട്. ഈ 16,000 ലോസ് ഡിപ്രിസിയേഷൻ്റെ അക്കൗണ്ടിൽ വരിക. അതിന് നമുക്ക് ആ പോർഷനാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ. ഈ ഇയറിൽ നമുക്കത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അടുത്ത ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യും ആ ലോസ്. Next, provisions under the income tax law relating to set off of unabsorbed depreciation, unabsorbed capital expenditure on scientific research, and unabsorbed capital expenditure on promoting family planning amongst the employees. So, what are the provisions regarding the income tax law on how to set off? ഇപ്പോൾ ആദ്യം നമ്മൾ ഡിപ്രിസിയേഷൻ ഈ ഇൻകം ചാർജബിൾ ടു ടാക്സ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ ഹെഡിൽ നിന്ന് നമ്മൾ ഡിപ്രിസിയേഷൻ ഫസ്റ്റ് ഡിഡക്റ്റ് ചെയ്യും. ഇപ്പോൾ ആ ഡിപ്രിസിയേഷൻ നമുക്ക് ഫുള്ളി അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ ഇയറിലത്തെ ടാക്സിൽ നിന്ന് നമുക്ക് ഫുള്ളി ഡിഡക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ നമ്മൾ അൺഅബ്സോർബ്ഡായി വരുന്ന ബാക്കി ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് അടുത്ത ഇയറിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്ത് നമ്മൾ അടുത്ത ഇയറിലാണ് അത് സെറ്റ് ഓഫ് ചെയ്യുന്നത്. ആ പോർഷനെ ആ ഫസ്റ്റ് ഇയറിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോർഷനെയാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അത് നെക്സ്റ്റ് ഇയറിൽ നമ്മളത് സെറ്റ് ഓഫ് ചെയ്തെടുക്കും. ബട്ട് ഈ സെറ്റ് ഓഫിന് ഒരു ഓർഡർ ഓഫ് പ്രയോറിറ്റി പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ചെയ്യുന്നത് കറൻറ്റ് സയൻറ്റിഫിക് റിസർച്ച് എക്സ്പെൻഡിച്ചറാണ്. ആദ്യം അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് അത് സെറ്റ് ഓഫ് ചെയ്യണം. പിന്നെ ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ, ദെൻ കറൻറ്റ് ഡിപ്രിസിയേഷൻ. അപ്പോൾ ആദ്യം കറൻറ്റ് സയൻറ്റിഫിക് റിസർച്ചിൽ വരുന്ന എക്സ്പെൻഡിച്ചറാണ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. ആ ഓർഡർ ഫോളോ ചെയ്യണം. ദെൻ ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ ആൻഡ് കറൻറ്റ് ഡിപ്രിസിയേഷൻ. ഇത് ഈ 3 കേസസും കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെക്കൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രോഡ് ഫോർവേഡായ ബിസിനസ് ലോസസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. മൂന്നാമതായിട്ട് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ, അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് ഓർ ഓൺ ഫാമിലി പ്ലാനിങ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സയൻറ്റിഫിക് റിസർച്ച് എക്സ്പെൻഡിച്ചറിന് അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ് എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കറൻറ്റ് ഡിപ്രിസിയേഷനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് നമ്മൾ ബ്രോഡ് ഫോർവേഡായ ബിസിനസ് ലോസസ്. തേർഡ് വൺ ഇസ് ഫോർ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ, അൺഅബ്സോർബ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് ഓർ ഓൺ ഫാമിലി പ്ലാനിങ്. ഈ ഓർഡർ ഓഫ് പ്രയോറിറ്റി ഫോളോ ചെയ്യണം. നെക്സ്റ്റ്, ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് ഇൻ കേസ് ഓഫ് ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബിസിനസ്. ജനറലി നമ്മൾ പറയുന്നത് ഒരു ലോസ് ഇൻക്വയർ ചെയ്ത ബിസിനസ് അല്ലെങ്കിൽ പേഴ്സണിന് മാത്രമേ അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. സബ്സീക്വൻറ്റ് കമ്മിങ് ഇയേഴ്സിൽ അത് ക്യാരി ഫോർവേഡ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് ഇൻ കേസ് നമ്മൾ ഒരു ബിസിനസ്സിൻ്റെ റീകൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ റീ അറേഞ്ച്മെൻറ്റ് നടത്തി ബിക്കോസ് ഓഫ് അമാൽഗമേഷൻ, മെർജർ അല്ലെങ്കിൽ കൺവേർഷൻ ഓഫ് ഇപ്പോൾ സോൾ പ്രൊപ്രൈറ്ററി ഫേം നമ്മളൊരു കമ്പനിയാക്കി മാറ്റി, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം ഒരു കമ്പനിയാക്കി മാറ്റി, അതായത് കമ്പനീസിൽ ഒരു ബിസിനസ്സിൽ കുറച്ച് ചേഞ്ചസ് അല്ലെങ്കിൽ റീകോൺസ്റ്റിറ്റ്യൂഷൻ വന്നു. അങ്ങനെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫേമിൽ നടക്കുമ്പോൾ ആ എൻറ്റിറ്റിക്ക് അവിടെ അൺഅഡ്ജസ്റ്റഡ് ആയിട്ട് ലോസ് അവർക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് അവർക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ ബിസിനസ്സിൽ നടന്നിട്ടുണ്ടെങ്കിൽ മാത്രം. Illustration number 9. Shibu Limited is a domestic company. It has 2 businesses, namely Sitara Mart and Shibu Mart. The business Sitara Mart is incurring loss for the last 2 years. The loss is wiped out by using the entire profits earned by Shibu Mart. At the end of financial year 22-23, there are brought forward loss of 8 lakh and an absorbed depreciation of 5 lakh. In the financial year 22-23 onwards, it's expected that Shibu Mart will earn profit of 5 lakh annually. And if Sitara Mart is continued at minimum level, there will be an annual loss of 1 lakh. And the rate of tax will be 26%. So you are required to give suggestions to the management of company on whether the business Sitara Mart should be continued or shut down. If continued, for how many years? ഇപ്പോൾ ഇതിൽ ഒരു ഷിബു ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഡൊമസ്റ്റിക് കമ്പനി ഉണ്ട്. അവർക്ക് 2 ബിസിനസ്സസ് ഉണ്ട്, സിതാര മാർട്ട് ആൻഡ് ഷിബു മാർട്ട്. അതിൽ സിതാര മാർട്ട് ലോസിലാണ് ലാസ്റ്റ് 2 വർഷമായിട്ട് അവർ ലോസിലാണ് പോണത്. അപ്പോൾ അവർക്കൊരു ബ്രോഡ് ഫോർവേഡായ ലോസ് ഉണ്ടാവും. ഈ ഫിനാൻഷ്യൽ ഇയർ 22-23 എൻഡിലായിട്ട് ബ്രോഡ് ഫോർവേഡ് ലോസ് ഓഫ് 8 lakh ഉണ്ട് സിതാര മാർട്ടിന്. ആൻഡ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ഓഫ് 5 lakh ഉണ്ട്. ഫിനാൻഷ്യൽ ഇയർ 22-23 ഓൺവേർഡ്സ് പറയുന്നത്
ഷിബു മാർട്ടിന് ഒരു പ്രോഫിറ്റ് ഓഫ് 5 lakh എല്ലാ വർഷവും ഉണ്ടാവും. ഇപ്പോൾ സിതാര മാർട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു ആനുവൽ ലോസ് ആനുവൽ ലോസ് 1 lakh പിന്നീട് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആൻഡ് റേറ്റ് ഓഫ് ടാക്സ് 26%. സോ നമ്മളോട് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഇത് കണ്ടിന്യൂ ചെയ്യണോ അതോ വേണ്ടയോ. കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഏത് വർഷം വരെ കണ്ടിന്യൂ ചെയ്യണമെന്ന്. ഇഫ് ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ നമ്മൾ ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യും. സോ ഫോർ ദാറ്റ് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡ് ഈ എക്സ്പെൻസസ് മീറ്റ് ചെയ്തിട്ട് എത്രത്തോളം ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, എത്രത്തോളം നമുക്ക് ലോസ് ഉണ്ടെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് കേസ് സിതാര മാർട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഉള്ള കേസാണ്. അപ്പോൾ 4 yearsൻ്റെയും കേസ് നമ്മൾ കൊടുക്കും. ഫസ്റ്റ് കോളത്തിൽ പെർട്ടിക്കുലേഴ്സ്, സെക്കൻഡ് year 1, തേർഡ്, ദെൻ year 2, year 3, year 4 കൊടുക്കുക. ഫസ്റ്റ് പ്രോഫിറ്റ് ഓഫ് ഷിബു മാർട്ട് എല്ലാ വർഷവും ഷിബു മാർട്ടിന് പ്രോഫിറ്റ് ഓഫ് 5 lakh ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 5 lakh കൊടുക്കും. ആനുവലി ഇല്ല പ്രോഫിറ്റാണ്. ലെസ് കറൻറ്റ് ഇയർ ലോസ് ഓഫ് സിതാര മാർട്ടിൻ്റെ കറൻറ്റ് ഇയർ ലോസാണ് ഫസ്റ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു ഓർഡർ ഓഫ് പ്രയോറിറ്റി ഫോളോ ചെയ്യുമ്പോൾ ഫസ്റ്റ് കറൻറ്റ് ഇയർ ലോസാണ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നത്. ഇതിൽ കറൻറ്റ് ഇയർ ലോസായിട്ട് 1 lakh ആണ് കൊടുത്തിരിക്കുന്നത്. ആനുവൽ ലോസ് ഇഫ് സിതാര മാർട്ട് കണ്ടിന്യൂ ചെയ്യുന്ന കേസാണ് ഇതിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സിതാര മാർട്ടിന് ലോസ് ഉണ്ട്, ആനുവൽ ലോസ് ഓഫ് 1 lakh ഉണ്ട്. അപ്പോൾ അത് ഇതിന്ന് ലെസ് ചെയ്യുമ്പോൾ 4 lakh വീതം എല്ലാ വർഷവും കിട്ടുന്നുണ്ട്. അതിൽ നിന്ന് അത് നമ്മൾ A ആയിട്ട് മാർക്ക് ചെയ്യും ആ പോർഷൻ. എന്നിട്ട് അതിൽ നിന്ന് ലെസ് ബ്രോഡ് ഫോർവേഡ് ലോസ് ഓഫ് സിതാര മാർട്ട് നമ്മൾ അതിൽ നിന്ന് ലെസ് ചെയ്യും പ്രയോറിറ്റി അനുസരിച്ച്. ബ്രോഡ് ഫോർവേഡ് ലോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് എൻഡ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ 22-23 ദർ ആർ ബ്രോഡ് ഫോർവേഡ് ലോസ് ഓഫ് 8 lakh. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ 22-23 ശേഷം ബ്രോഡ് ഫോർവേഡായി ലോസ് ഉണ്ട് ക്യാരി ഫോർവേഡ് ചെയ്ത്. ആ ലോസ് നമ്മൾ ഫുള്ളി നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല ഫസ്റ്റ് ഇയറിൽ. കാരണം അവിടെ ഇനഫ് എമൗണ്ട് ഇല്ല, 4 lakh ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 4 lakh ഫസ്റ്റ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യും. പിന്നെ year 2 ബാക്കി 4 lakh. അപ്പോൾ ടോട്ടൽ 8 lakh സെറ്റ് ഓഫായി. അതിൽ നിന്ന് പിന്നെ നമ്മൾ നെക്സ്റ്റ് ഓർഡർ ഓഫ് പ്രയോറിറ്റി അനുസരിച്ച് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷനാണ് സെറ്റ് ഓഫ് ചെയ്യുന്നത്. അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട് 5 lakh ആണ്. ഇപ്പോൾ തേർഡ് ഇയറിൽ പിന്നെ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എമൗണ്ട് ഓഫ് നമുക്ക് 4 lakh ഓൾറെഡി ലോസ് സെറ്റ് ഓഫ് ചെയ്തപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഒരു 4 lakh വീണ്ടും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ഇയറിലോട്ട് ആ ഒരു 1 lakh 5 lakh 4 lakh നമ്മൾ year 3 സെറ്റ് ഓഫ് ചെയ്തു. ബാക്കി 1 lakh വരുന്നത് നമ്മൾ year 4 സെറ്റ് ഓഫ് ചെയ്യുന്നു. എന്നിട്ട് ബാക്കി പ്രോഫിറ്റ് ഷിബു മാർട്ടിൻ്റെ പ്രോഫിറ്റായിട്ട് ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ള എമൗണ്ട് ഓൺലി 3 lakh ആണ്. അതിൽ നിന്ന് സിതാര മാർട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ വരുന്ന പ്രോഫിറ്റ് ഓൺലി 3 lakh. അതിൽ നിന്ന് ടാക്സ് ലെസ് ചെയ്യുമ്പോൾ 26% ഓഫ് ടാക്സ് ലെസ് ചെയ്യുമ്പോൾ 78,000 കിട്ടും. സോ ദർഫോർ ഈ പ്രോഫിറ്റിൽ നിന്ന് ടാക്സ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഈ ടാക്സും ലോസൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട് A-B. ഈ ടാക്സ് നമ്മളുടെ പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ഓൺലി 3,22,000 ആണ്. സോ സിതാര മാർട്ട് കണ്ടിന്യൂ ചെയ്യുമ്പോൾ 3,22,000 ആണ് ലോസ് ക്യാഷ് ബാക്കിയുള്ളത്. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ സിതാര മാർട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു, ആ കേസും കൂടെ നോക്കാം. എന്നിട്ട് സിതാര മാർട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിൽ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സിതാര മാർട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ സജഷനായി കൊടുക്കും. സോ ഇഫ് സിതാര മാർട്ട് ഇസ് ഡിസ്കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞ് നമ്മളൊരു കേസ് കൊടുക്കും. സെക്കൻഡ് കേസിൽ അതിലും ഇതുപോലെ തന്നെ year 1 to 4 കൊടുക്കും. എന്നിട്ട് പെർട്ടിക്കുലേഴ്സിൽ ഫസ്റ്റ് പ്രോഫിറ്റ് ഓഫ് ഷിബു മാർട്ട് എല്ലാ വർഷവും ആനുവൽ പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ട് 5 lakh. അതിൽ നിന്ന് ബ്രോഡ് ഫോർവേഡ് ആയിട്ടുള്ള ലോസ് അത് മാറ്റില്ലല്ലോ. ബ്രോഡ് ഫോർവേഡ് ആയിട്ടുള്ള ലോസിന് മാറ്റില്ല, അത് 8 lakh ആണ്. ആ ബ്രോഡ് ഫോർവേഡ് ആയ ലോസ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യും. ഫസ്റ്റ് ഇയറിൽ 5 lakh സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഇയറിൽ നമ്മൾ 3 lakh സെറ്റ് ഓഫ് ചെയ്യും. പിന്നെ അവിടെ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ്റെ പോർഷൻ ഉണ്ട്, ക്യാരി ഫോർവേഡ് ചെയ്ത എമൗണ്ട്, അത് നമ്മൾ പിന്നെ അതിൽ നിന്ന് ലെസ് ചെയ്യും. അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ
നമ്മൾ നെക്സ്റ്റ് പ്രയോറിറ്റി അനുസരിച്ച് ലെസ് ചെയ്യും. സെക്കൻഡ് ഇയറിൽ നമുക്ക് 2 lakh ഓളം സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും ബാലൻസ് പോർഷൻ ഓഫ് എമൗണ്ട്. അതായത് ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് 5 lakh ആണ്. നമുക്ക് 2 lakh കൂടി സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 3 lakh ഓൾറെഡി ബ്രോഡ് ഫോർവേഡ് ലോസ് സെക്കൻഡ് ഇയറിൽ പോയി. അപ്പോൾ ബാക്കി 2 lakh ഇയർ 2 നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. ഇയർ 3 ബാലൻസ് 3 lakh നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ബാലൻസായി പ്രോഫിറ്റ് ഇയർ 3 കിട്ടുന്നത് 2 lakh ആയിട്ടാണ് കിട്ടുന്നത്. ഇയർ 4 ഫുൾ എമൗണ്ട് 5 lakh പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഒന്നും ബ്രോഡ് ഫോർവേഡ് ആയിട്ട് ഇല്ല ആ കേസിൽ. അപ്പോൾ പ്രോഫിറ്റ് ഇയർ 4 5 lakh ഇയർ 3 2 lakh ആയിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ടാക്സ് ലെസ് ചെയ്യുമ്പോൾ 26% ഓഫ് ടാക്സ് നമ്മൾ ഈ പ്രോഫിറ്റിൽ നിന്ന് ലെസ് ചെയ്യും. ഇയർ 3 52,000 ആണ് ടാക്സ് കിട്ടുന്നത്. ഇയർ 4 1,30,000 ടാക്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കി അവിടെ ഇത്ര എമൗണ്ട് ഉണ്ടാവും. ഇയർ 3 4,48,000 ആണ് എമൗണ്ട് ഉള്ളത്. ഇയർ 4 3,70,000 എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ ബിസിനസ് സിത്താര മാർട്ട് എന്ന് പറഞ്ഞ ലോസ് മേക്കിംഗ് എൻറ്റിറ്റി അവർ റിസ്ക് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ച് കൂടുതൽ ക്യാഷ് ഇൻ ഹാൻഡ് ബാക്കി കിട്ടുന്നുണ്ട്. 3,70,000 ഉണ്ട്. മറ്റേ കേസിൽ ഓൺലി 3,22,000 ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം സിത്താര മാർട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു ലോസ് മേക്കിംഗ് ആണ്. അപ്പം സിത്താര മാർട്ട് നമ്മൾ പ്രീവിയസ് ഇയറിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യണം. പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് ഇൻ കേസ് ഓഫ് റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർ ഫ്രം എ പാർട്ട്ണർഷിപ്പ് ഫേം. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു ചേഞ്ച് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായി ബിക്കോസ് ഓഫ് ഡെത്ത് ഓഫ് പാർട്ട്ണർ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ റിട്ടയർ ആയി. അങ്ങനത്തെ കേസിൽ ആ ഷെയർ ഓഫ് ലോസ് പാർട്ട്ണർ റിട്ടയർ ആയി അല്ലെങ്കിൽ ഡെത്തായി, അങ്ങനത്തെ കേസിൽ അവിടെ ഷെയർ ഓഫ് ലോസ്, ആ പാർട്ട്ണറിൻ്റെ ഷെയർ ഓഫ് ലോസ് ഇല്ലേ, ആ ഫേമിൽ പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. ആ പാർട്ട്ണറിൻ്റെ ഷെയർ മാത്രം പിന്നീട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല ഫേമിൽ. നെക്സ്റ്റ്, ലോസ് ഫ്രം എക്സ്പെൻറ്റഡ് സോഴ്സ് ഓഫ് ഇൻകം കനോട്ട് ബി അഡ്ജസ്റ്റഡ് അഗെയിൻസ്റ്റ് ടാക്സബിൾ ഇൻകം. ഇപ്പോൾ ചില കേസിൽ ഇൻകം എക്സെംപ്റ്റ് ആയിരിക്കും ടാക്സിൽ. ഒരു പെർട്ടിക്കുലർ സോഴ്സ് ഓഫ് ഇൻകം എക്സെംപ്റ്റ് ആയിരിക്കും ടാക്സിൽ നിന്ന്, ടാക്സ് കൊടുക്കേണ്ടി വരില്ല. സോ സച്ച് ലോസ് ഫ്രം സച്ച് സോഴ്സ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു ഇൻകം ആയിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് അഗ്രികൾച്ചറൽ ഇൻകം ജനറലി എക്സെംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ടാക്സ് പെയർ അതിൽ നിന്ന് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയിൽ നിന്ന് അവർക്ക് ലോസ് വന്നു, അവർ അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു, അവർക്ക് അതിൽ നിന്ന് ലോസ് കിട്ടി. അപ്പോൾ ഈ ഇൻകം എക്സെംപ്റ്റ് ആണ് അവർക്ക് എന്ന് വെച്ചാൽ അതിൽ നിന്ന് അവർക്ക് ആ ലോസ് ഒരു ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്നും അവർക്കത് സെറ്റ് ഓഫ് ചെയ്തെടുക്കാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് അഗ്രികൾച്ചറൽ ഇൻകം ഈസ് ഓൾറെഡി എക്സെംപ്റ്റഡ് ഫ്രം ടാക്സ്. അപ്പോൾ അത് വേറൊരു ഹെഡിൽ നിന്നോ ഒന്നിനും അവർക്ക് സെറ്റ് ഓഫ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. താങ്ക് യു.